നമ്മൾ ഈ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് കേൾക്കുന്ന ഒരു വാക്കാണ് CLP. അതായത് കോൺഗ്രസ് ലെജിസ്ലേറ്റീവ് പാർട്ടി മീറ്റിംഗ് അല്ലെങ്കിൽ ലീഡർ എന്നാണ് അതിന് പറയുന്നത്. കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി നേതാവായിട്ട് തിരഞ്ഞെടുക്കുന്നു, അദ്ദേഹത്തെ മുഖ്യമന്ത്രിയായി നിർദ്ദേശിക്കുന്നു, എല്ലാവരും അംഗീകരിക്കുന്നു, തിരഞ്ഞെടുക്കുന്നു. ഇന്നലെ റിപ്പോർട്ടർ TVയിലെ മുതലാളി ഈ ഒരു കാര്യം CLP എന്ന് ആവർത്തിച്ച് പറയുന്നത് കേട്ടു. അദ്ദേഹം ഒരു വലിയ ചിന്തകനും അറിവിന്റെ ഭണ്ഡാരവും മാധ്യമ പ്രവർത്തകനുമൊക്കെയാണെന്നാണ് പറയുന്നത്. മുട്ടിൽ മരമുറി കേസിലെ പ്രതിയാണ്. ഒരു ചാനൽ സ്വന്തമായിട്ട് എങ്ങനെയോ സംഘടിപ്പിച്ച് നടത്തിക്കൊണ്ടു പോകുന്നു. ഒപ്പം മീറ്റ് ദ എഡിറ്റേഴ്സ് എന്ന് പറയുന്ന അവരുടെ പരിപാടിയിൽ ഇരുന്നു കൊണ്ട് ഗീർവാണം അടിക്കുന്നു. ഇതാണ് ഇദ്ദേഹത്തിന്റെ ജോലി. നമ്മൾ മാധ്യമപ്രവർത്തകരെ ഒരിക്കലും നമ്മൾ കുറ്റപ്പെടുത്താറില്ല, അവരുടെ നിലപാട് എന്തായാലും. പക്ഷേ ഇയാളൊരു മാധ്യമപ്രവർത്തകനൊന്നുമല്ല. ഇയാള് പണമുണ്ടെങ്കിൽ മാധ്യമപ്രവർത്തകന്റെ ലേബൽ. പണ്ടുകാലത്ത് ഒരു ചാനൽ തുടങ്ങിയ ഒരു വ്യക്തി, ചാനൽ എവിടുന്നോ കടമെടുത്തൊക്കെ തുടങ്ങി. അദ്ദേഹത്തിന് ആദ്യം വേണ്ടത്, ചാനൽ തുടങ്ങുന്നതിന് മുൻപേ ശരിക്കും അക്ഷരം കൂട്ടി വായിക്കാൻ പോലും അറിയില്ല, പക്ഷെ അദ്ദേഹത്തിന് ഉടൻ തന്നെ പ്രസ് ക്ലബ് മെമ്പർഷിപ്പ് വേണം. പ്രസ് ക്ലബ്ബിൽ എൻ്റെ പേര് എഴുതി ചേർക്കണം എന്നൊക്കെയാണ് പറയുന്നത്. പ്രസ് ക്ലബ്ബ്, തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ് എവിടെയാണെന്ന് അദ്ദേഹത്തിന് അറിയില്ല. സെക്രട്ടറിയേറ്റിനകത്താണോ എന്നാണ് ചോദിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. അങ്ങനെ ഒരു എന്താണ്, ഒരു അഴകിയ രാവണൻ സ്റ്റൈലാണ് ഈ റിപ്പോർട്ടർ TVയുടെ മരമുറി മുതലാളിയും കാണിച്ചു വയ്ക്കുന്നത്. CLP എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ലെജിസ്ലേറ്റീവ് പാർട്ടി എന്നാണ്. അദ്ദേഹം പറയുന്നത് CMPക്ക്, അതായത് നമ്മുടെ CP ജോണിന്റെ പാർട്ടിക്ക് CLP ഉണ്ട്, ലീഗിന് CLP ഉണ്ട്, അതുപോലെ മറ്റ് RSPക്ക് CLP ഉണ്ട്. അപ്പം പല പല CLPകളുണ്ട് എന്നാണ് പറയുന്നത്. അതങ്ങനെ പ്രിയപ്പെട്ട ചേട്ടാ, ഇതിനകത്തൊക്കെ തന്നെ മറ്റു പാർട്ടികൾക്ക് CLP വരുന്നത്? ഇത് കേട്ട അടുത്തിരുന്ന മറ്റൊരു മാധ്യമ പ്രവർത്തക ഊറിച്ചിരിക്കുന്നുണ്ടായിരുന്നു. വേറൊരു സീനിയർ മാധ്യമ പ്രവർത്തക ഒന്നും മിണ്ടിയില്ല, കേട്ടോണ്ടിരിക്കുകയായിരുന്നു. മുതലാളി തിരുവായിക്ക് തിരുവായില്ലല്ലോ. ഇത്തരം ആളുകളാണ് ഇവിടെ ചാനൽ യുദ്ധം നടത്തുന്നത്. ഇവിടെ പിണറായിക്ക് വേണ്ടി പണം വാങ്ങി PR വർക്ക് ഈ മരമുറി ചാനൽ നടത്തി എന്ന ആരോപണമുണ്ട് വലിയ തോതിൽ. ഇപ്പോഴും ഈ കോൺഗ്രസിനെയും UDFനെയും മോശക്കാരാക്കിക്കൊണ്ട് നിരവധി ചർച്ചകളും വാർത്തകളും, ഇല്ലാത്ത വാർത്തകളും, ഈ എന്താണ് ലീഗ് UDF ഇട്ട് പോകുന്നു എന്നുള്ള വാർത്തയൊക്കെ അന്ന് റിപ്പോർട്ടർ TVയാണ് വലിയ ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് കൊടുത്തത്. അതിലൊക്കെ കുറെ ആളുകളുണ്ട്. ഇവരൊക്കെ എന്ത് മാധ്യമ പ്രവർത്തനമാണ് നടത്തുന്നത്? ഒരു കാര്യം ഫാക്ട് ചെക്ക് പോലും ചെയ്യാതെ, അടിസ്ഥാനപരമായി രാഷ്ട്രീയം എന്തെന്നറിയാതെ, ഒരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയ എന്തെന്നറിയാതെ, CLP എന്ന് പറഞ്ഞാൽ എന്തെന്നറിയാത്ത ഒരു ചാനൽ മുതലാളിയും കൂടെ കുറെ മാധ്യമ പ്രവർത്തകരും. പണമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും പണമുണ്ടാക്കി എന്ന് വിചാരിച്ച് എന്ത് തോന്നിയാസവും വിളിച്ചു പറയാം, എന്ത് തോന്നിയാസവും കാണിക്കാം എന്ന അവസ്ഥയിലേക്ക് ഇന്നത്തെ ദൃശ്യമാധ്യമ രംഗം എത്തിയിരിക്കുന്നു. നമ്മൾ ആത്മവിമർശനത്തോടെ പറയുകയാണ്, ഞങ്ങൾ അത്തരത്തിൽ ഒരു ഫാക്ട് ചെക്ക് നടത്താതെ ചെയ്താലും നിങ്ങൾ വിമർശിച്ചുകൊള്ളൂ, ഒരു കുഴപ്പവുമില്ല, കൃത്യമായി. കാരണം CLP എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലെജിസ്ലേറ്റർ പാർട്ടി നിയമസഭാ കക്ഷി മീറ്റിംഗ് ആണ്. അതിലാണ് രമേശ് ചെന്നിത്തല പങ്കെടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വാർത്ത വന്നത്. അതിന് RSPക്ക് CLP ഉണ്ട്, ലീഗിനുണ്ട്, CPMനുണ്ട്, CMPക്കുണ്ട്, CPIക്കുണ്ട് എന്നൊക്കെ പറയുന്ന ഒരു ചാനൽ മുതലാളി, മാനേജിംഗ് എഡിറ്റർ, തികഞ്ഞ നാണക്കേട് തന്നെ എന്നുള്ളതാണ്. എന്നാൽ ഇതൊന്നും തിരുത്താനോ പരിഹരിക്കാനോ അതിൽ ഖേദം പ്രകടിപ്പിക്കാനോ ഒന്നും ഇവരാരും തയ്യാറാവുന്നില്ല. തങ്ങൾ പറയുന്നതാണ് ശരി എന്ന് പറയുന്ന ഏകപക്ഷീയമായ, അല്ലെങ്കിൽ ഒരു വ്യക്തിയിലും പ്രത്യേകമായ രാഷ്ട്രീയത്തിലും വിശ്വാസത്തിലും അധിഷ്ഠിതമായ മാധ്യമ പ്രവർത്തനം, നിഷ്പക്ഷമല്ലാത്ത മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും രാജ്യത്തെ ജനങ്ങൾക്കെതിരാണ്, സംശയമില്ല അതിനകത്ത്.